നേരം പുലർന്നു. ആരവ് ഉറക്കമുണർന്നത് ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടിട്ടാണ്. ആവുമാണ്. ഇന്ന് കോളേജ് ലീവാണ്. കണ്ണനും ഇന്ന് പോവേണ്ട. ആരവ് എഴുന്നേറ്റപ്പോഴേക്കും ഫോൺ കട്ടായി. അവൻ തിരിച്ചു വിളിച്ചു. ഏട്ടാ, എന്തായി അവിടുത്തെ വിശേഷങ്ങള്? അവളെ പിന്നെ കണ്ടോ? കണ്ടു. എന്ത് പറഞ്ഞു? പേര് അനവദ്യ. അതെന്ത് പേര്? അത് പോട്ടെ, അവളാരാ? എന്തുകൊണ്ടോ എല്ലാം തുറന്നു പറയുന്ന തന്റെ പ്രിയ സഹോദരിയോട് അനവദ്യയെ കുറിച്ച് പറയാൻ ആരവ് താല്പര്യം കാണിച്ചില്ല. അപ്പോഴേക്കും മുത്തശ്ശി വന്നു. ആവു ആണെന്ന് അറിയണ താമസം മുത്തശ്ശി ഫോൺ വാങ്ങി. ആരവ് കുളത്തിനടുത്തേക്ക് വന്നു. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. അവൻ മനസ്സിൽ പതിയെ അനവദ്യ എന്ന് ഉരുവിട്ടു. വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ അവൾ വന്നു. ഗുഡ് മോർണിംഗ് ആരു. എന്ത് ഗുഡ് മോർണിംഗ്? ഗുഡ് മോർണിംഗ്. നിനക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം? എല്ലാം അറിയാം. ഓഹോ. ഇരുവരും ആ സംഭാഷണത്തിന് ഏതാനും നിമിഷത്തേക്ക് പുഞ്ചിരി കൊണ്ട് വിരാമമിട്ടു. അവൻ എന്തൊക്കെയോ അവളോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല. അവൾക്കാണെങ്കിൽ ചോദിക്കാനൊന്നും ഇല്ലാത്ത പ്രശ്നം. ഇതിനിടയിലേക്ക് മുത്തശ്ശി ആരവിന്റെ ഫോണും കൊണ്ട് വന്നു. അവൻ ആദ്യമൊന്ന് പേടിച്ചെങ്കിലും പിന്നെയാണ് അനവദ്യ പറഞ്ഞത് ഓർമ്മ വന്നത്. അവൻ ഫോൺ വാങ്ങി. നിനക്ക് ഇന്നലെ എന്താ കുട്ടിയെ പറ്റിയേ? വലുതായി പിന്നെ നീ എന്റെ കൂടെ കിടക്കാറില്ലല്ലോ. മുത്തശ്ശി, വല്ലാത്ത വിശപ്പ്. ഞാൻ പല്ല് തേച്ചു തരാം. എനിക്ക് കഴിക്കാൻ എടുത്തു വെക്ക്. മുത്തശ്ശിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമല്ലായിരുന്നെങ്കിലും മുത്തശ്ശി അതുകൊണ്ട് തൃപ്തിപ്പെട്ട് അകത്തേക്ക് പോയി. നീ കഴിക്കുന്നില്ലേ? സമയം കടന്നുപോയി. വൈകുന്നേരം സൂര്യാസ്തമയം നോക്കി ചായ നനഞ്ഞുകൊണ്ടിരുന്ന ആരവനടുത്തേക്ക് മുത്തശ്ശി വന്നു. ഞാൻ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. വിളക്കുണ്ടെങ്കിൽ നേരം വൈകും. നീ വരുന്നില്ലല്ലോ അല്ലേ? അമ്പലം ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. മുത്തശ്ശി പോയിട്ട് വാ. സൂര്യൻ അസ്തമിച്ചു. ചന്ദ്രൻ ഉദിച്ചു. നേരം ഒരുപാട് വൈകിയതിനാൽ മുത്തശ്ശിയെ കൂട്ടാൻ പോകാൻ ആരവ് തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ഇടയിൽ വെച്ച് അനവദ്യയും അവന്റെ കൂടെ കൂടി. അറിയാമെങ്കിലും ഇരുവരുടെയും ഇടയിലെ നിശബ്ദത ഒഴിവാക്കാൻ വേണ്ടി മാത്രം അവൾ ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ തിരക്കി. വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവന്റെ ബാംഗ്ലൂരിലെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന കുട്ടിയെയും കുറിച്ച് അവൻ പറഞ്ഞു. ഒരു ഫയല് ചീത്തയായതിന് ഇത്രയും ശത്രുത പുലർത്തുന്നത് കേട്ട് അവൾക്ക് ചിരിയാണ് വന്നത്. വൈകാതെ ഇരുവരും അമ്പലത്തിലെത്തി. ഇവർ എത്തിയതും മുത്തശ്ശി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതും ഒരുമിച്ചാണ്. മൂവരും വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ആരവ് കളിച്ചു വളർന്ന കളിസ്ഥലവും പാടവും എല്ലാം ഉണ്ടായിരുന്നു. അവൻ അവിടേക്ക് ഒപ്പിച്ച കുസൃതികൾ ഓരോന്നായി എണ്ണി പറയാൻ തുടങ്ങി മുത്തശ്ശി. അനവദ്യക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ആരവ് മുത്തശ്ശിയോട് മതിയാക്കാൻ പറയുന്നുണ്ട്, പക്ഷെ ആര് കേൾക്കാൻ? തറവാട്ടിലെത്തിയതും മുത്തശ്ശി വീടിനകത്തേക്ക് കയറിപ്പോയി. ആരവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അനവദ്യ ഊഞ്ഞാലാടുകയാണ്. ഊഞ്ഞാലാടാൻ പറ്റിയ സമയം. ഊഞ്ഞാലാടാൻ സമയമൊക്കെ ഉണ്ടോ? അതില്ല. പിന്നെന്താ? ഞാൻ നിർത്തി. നിന്നോട് പറഞ്ഞു ജയിക്കാൻ എനിക്കാവില്ല. അതിന് മറുപടി ഒരു പാൽപുഞ്ചിരിയായിരുന്നു. അവനെ വീണ്ടും വീണ്ടും അവളിലേക്ക് അടുപ്പിക്കുന്നതും ആ പുഞ്ചിരി തന്നെ. ഇരുവരും ദീർഘനേരം നിശബ്ദത പാലിച്ചു. അപ്പോ അവിടെ വേറെ അപ്സരസ് ഉണ്ടാവില്ലേ? ഉണ്ടല്ലോ. എന്തേ, നിനക്ക് കാണണോ? അയ്യോ വേണ്ട, ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ വയ്യ. മുത്തശ്ശി ഇവിടെ ഒറ്റയ്ക്കല്ലേ? നീ എന്ത് ഇവിടെ വന്ന് നിൽക്കാത്തെ? ഞാൻ നിൽക്കാറുണ്ടല്ലോ. കൂടി വന്ന ഒരു രാത്രി അല്ലേ? ഇവിടെ വന്ന ബോറടിക്കും. പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടാവില്ല. ഫോണിലാണെങ്കിൽ റേഞ്ചും കിട്ടില്ല. അരൂട്ടാ, ഞാൻ കിടക്കാണേ. നിനക്ക് കിടക്കാനായില്ലേ? ഞാൻ കിടന്നോളാം. ഗുഡ് നൈറ്റ്. നമുക്ക് കുളത്തിനടുത്ത് ചെന്നിരിക്കാം. അതിനവൾ മറുപടി പറയാൻ നിന്നില്ല. നേരെ അങ്ങ് നടന്നു. ആരോ പിന്നാലെ. അവിടെ അവർ നേരം പുലരുവോളം സംസാരിച്ചിരുന്നു. എന്തെന്നില്ലാതെ ഓരോ ചെറിയ കാര്യങ്ങളും ഇരുവരും പങ്കുവെച്ചു. ആ കുളക്കര അവർക്കായി തുറന്നത് പരസ്പരം അറിയാനുള്ള കുറച്ച് നിമിഷങ്ങൾ മാത്രമായിരുന്നില്ല, ഒരു ദൃഢ സൗഹൃദത്തിന്റെ പുതിയ കവാടം കൂടിയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ ഇടയിലെ അകലം കുറഞ്ഞു വന്നു. ഇരുവരും സൗഹൃദം കൊണ്ട് പണി കഴിപ്പിച്ച മാളുകളിൽ ഇരിപ്പായി. ആരവിന്റെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അവളിലൂടെയായിരുന്നു. മുത്തശ്ശി മാത്രമുണ്ടായിരുന്ന ആ വലിയ വീട്ടിൽ മറ്റാരും കാണാതെ സംസാരിക്കുക എന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമേ അല്ലായിരുന്നു. കണ്ടാലും ആരവ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതായിട്ടല്ലേ തോന്നും. അനവദ്യയുടെ മാന്ത്രിക ശക്തികൾ അവന് മുന്നിൽ മറ്റൊരു സ്വർഗം തന്നെ സൃഷ്ടിച്ചു. അനവദ്യ ഒരു അപ്സരസ് ആണെന്ന് വിശ്വസിക്കാൻ ആരവ് നിർബന്ധിതനായി. അവളോട് ആരവ് നൃത്തം കളിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ ഒരിക്കൽ പോലും തയ്യാറായില്ല. ഒരു ദിവസം ഇരുവരുടെയും സൗഹൃദ സംഭാഷണത്തിനിടയിൽ അനവദ്യ ആരവിന്റെ ലക്ഷ്യത്തെപ്പറ്റി ചോദിച്ചു.
എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. എന്നാലും എന്ത് ലക്ഷ്യം? ഒരു ജോലിയുണ്ട്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും അത്യാവശ്യം നല്ല സംഖ്യ മാസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം. കുടുംബം ഇപ്പൊ എന്തായാലും ആ ചിന്തയൊന്നുമില്ല. ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടൊക്കെ ഉണ്ട്, ആരോടും പറഞ്ഞിട്ടില്ല. അതെന്തേ? പറയണമെന്ന് തോന്നിയില്ല. ബാംഗ്ലൂരിൽ നിൽക്കാനാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇവിടെ നിൽക്കാൻ ഈ സ്ഥലം ഒരുപാട് ഇഷ്ടം. എപ്പോഴും ശാന്തത, നല്ല കാലാവസ്ഥ, മുത്തശ്ശി. നിനക്കോ? എനിക്കിഷ്ടപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ. നിയമങ്ങൾ കൊണ്ട് ബന്ധിതയായവളാണ് ഞാൻ. ഒന്നിനെ ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലാത്തവള്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവ ഒഴുകാൻ വെമ്പിൽ കൊണ്ടെങ്കിലും ആരും അനുവദിച്ചില്ല. നിമിഷങ്ങൾ നീണ്ടുനിന്ന നിശബ്ദതയ്ക്ക് ശേഷം അനവധി അന്നത്തേക്ക് യാത്ര ചോദിച്ചു. രാത്രിയിൽ അവൾ എവിടെ പോകും എന്ന ചോദ്യം ആരോവിന് മുന്നിൽ തന്നെ നിന്നു. വീണ്ടും ഒരു പൊൻപുലരി കൂടി. പതിവ് പോലെ ആരോ എഴുന്നേറ്റ ഉടനെ കുളക്കടവിലേക്ക് പോയി. അവിടെ അവളില്ലായിരുന്നു. അവൻ പതിയെ അനവധ്യ എന്ന് ഉരവിട്ടു. അവൾ വന്നില്ല. അവൻ വീണ്ടും വിളിച്ചു. ഇല്ല. ഒരുപാട് നേരം അവൾ വരുന്നതും കാത്തിരുന്നു. ഒടുവിൽ മുത്തശ്ശിയുടെ വഴക്ക് കേട്ട് അകത്ത് കയറി. എങ്കിലും കണ്ണുകൾ കുളക്കടവിൽ അവൾക്കായി പരതി നടപ്പായിരുന്നു. രാത്രിയായി. ഇത്രയും ദിവസം പ്രകാശിച്ചുകൊണ്ടിരുന്ന അവന്റെ മുഖം ഇരുണ്ടുമൂടി. അവന് കൂട്ടിന് ചന്ദ്രനും ഉണ്ടായിരുന്നു. അമാവാസിയാണ്. ആര വന്ന് ഉറങ്ങിയതേയില്ല. മേശപ്പുറത്തിരുന്ന പെൻസിലും കടലാസും അവന്റെ കണ്ണിലുടക്കി. അവൻ പെൻസിൽ കയ്യിൽ പിടിച്ച് കടലാസിലൂടെ ചലിപ്പിച്ചു. ഒരുപാട് നേരം നീണ്ടുനിന്ന കുത്തിക്കുറക്കിലുകൾ ഒരു മനോഹര ചിത്രത്തിന് വഴിയൊരുക്കി. അവൻ വരച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിത്രം. പക്ഷെ അവന് തൃപ്തിയായില്ല. അങ്ങനെ ഒരാൾക്ക് വരയ്ക്കാനോ വർണ്ണിക്കാനോ കഴിയുന്നതായിരുന്നില്ല അവളുടെ സൗന്ദര്യം. അന്ന് രാത്രി അങ്ങനെ കടന്നുപോയി. സൂര്യൻ ഉദിച്ചു. ഇന്നലത്തേത് തന്നെ ഇന്നും ആവർത്തിച്ചു. അവൾ വന്നില്ല. എന്തുകൊണ്ടോ ആരുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സൗഹൃദം അവൻ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. വീണ്ടും രാത്രിയായി. അനവധിയെ ഓർത്ത് അവന്റെ ഹൃദയമിടിപ്പ് കൂടി. ആരോ കുളക്കടവിൽ വന്നിരുന്നു. അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അന്നും ആരോ സ്വപ്നം കണ്ടു. പതിവിലും വിപരീതമായ ഒന്ന്. ചങ്ങലകൾ കൊണ്ട് ഇരു കൈകളും ബന്ധിക്കപ്പെട്ട അനവധ്യ തീക്കനലിലൂടെ നടക്കുന്നു. അവൻ ഞെട്ടി ഉണർന്നു. ഇന്ന് അവൻ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കും. അവളെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷെ എവിടെ ചെന്ന് അന്വേഷിക്കാൻ? ഞാൻ പോട്ടെ. ഇനി എന്നാ ഇങ്ങോട്ട് വരിക? ലീവ് കിട്ടുമ്പോ വരാം. പ്രതീക്ഷയുടെ ഒരു കുഞ്ഞുനാമ്പ് അവനിൽ ശേഷിച്ചു. അവന് കുളത്തിനടുത്തേക്ക് ഓടി. അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ തടയാൻ അവന് കഴിഞ്ഞില്ല. ശരീരമെല്ലാം കുഴയുന്നത് പോലെ അവന് തോന്നി. പോകാതെ നിവൃത്തിയില്ല. അവൻ തിരിച്ച് കാറിനടുത്തേക്ക് പോയി. എന്ത് പറ്റിയ രൂട്ടാ? ഒന്നുമില്ല. നീ കരഞ്ഞോ? ഏയ്, കണ്ണില് പൊടി പോയതാ. മുത്തശ്ശി അധികമൊന്നും ചോദിക്കാൻ നിന്നില്ല. അവൻ യാത്ര തിരിച്ചു. രാത്രി ആയപ്പോഴേക്കും വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ അവൻ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നീ എന്താ പറയാതെ വന്നേ? നിങ്ങൾ ഏട്ടനില്ലാതെ എത്ര ദിവസാന്ന് വെച്ചിട്ടാ? ബോറടിച്ചപ്പോ ഞങ്ങള് കൂട്ടുകൂടി. ആരോ മുറിയിലേക്ക് നടന്നു. ആരോ ഒന്നും പറയാതെ പോയത് ഇരുവരും ശ്രദ്ധിച്ചു. അവൻ മുറിയിലെത്തി. ജനവാതിൽ തള്ളി തുറന്നു. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ടും അത് വാരി തരാനായി ചിണങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അമ്മ വന്നതും ആ കരച്ചിലങ്ങ് ഓഫായി. ആരോ പതിയെ ആകാശത്തേക്ക് നോക്കി. ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു. കൂടെ നക്ഷത്രങ്ങളും. അവനൊന്നുറക്കി കരയണമെന്നുണ്ട്. പക്ഷെ കണ്ണുനീരും അവനെ തനിച്ചാക്കി. അടുത്ത ദിവസം രാവിലെ ആവു ആരവിന്റെ അടുത്തേക്ക് വന്നു. അവളുടെ ഓരോ ചോദ്യത്തിൽ നിന്നും അവൻ തെന്നിമാറിക്കൊണ്ടിരുന്നു. അത് ആവുവിനെ നിരാശയാക്കി. കണ്ണൻ ചോദിക്കുമ്പോഴും ഇത് തന്നെ ആവർത്തിച്ചു. 3 ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസങ്ങൾക്കിടയിലൊന്നും തന്നെ ആരോ ഒരു തവണ പോലും ചിരിച്ചിട്ടില്ല. മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒന്നുറങ്ങിയിട്ട് പോലുമില്ല. മനസ്സ് സദാസമയം അനവധ്യ എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. ആവുവിനും കണ്ണനും അനവധ്യയാണ് അവന്റെ വിഷമത്തിന് കാരണമെന്ന് മനസ്സിലായി. 3-ാം ദിവസം ആരോ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ കുറച്ച് വൈകി. വന്നു കയറിയപ്പോൾ കണ്ടത് ബാഗെല്ലാം പാക്ക് ചെയ്ത് ആവുവും കണ്ണനും നിൽക്കുന്നതാണ്. നിങ്ങൾ എവിടെ പോവാ? നിങ്ങളല്ല, നമ്മൾ. നീ വരാൻ കാത്തു നിന്നതാ. വാ പോവാം. എങ്ങോട്ട്? എനിക്കും അറിയില്ല. വന്നു കയറിയപാട് എന്നോട് റെഡി ആവാൻ പറഞ്ഞു. ഞാനില്ല. ആരും കളിക്കല്ലേ, നീ വാ. കാര്യം പറ, അല്ലെങ്കിൽ എന്റെ കുറെ ലീവ് പോയതാ. അത് അവിടെ എത്തുമ്പോ മനസ്സിലാവും. വന്ന് കയറാൻ നോക്ക്. എവിടേക്കാണെന്ന് അറിയില്ലെങ്കിലും ഏട്ടനെ നിർബന്ധിക്കാൻ ആവും മുൻപിൽ ഉണ്ടായിരുന്നു. അവസാനം കണ്ണന്റെ വാശി കാരണം മനസ്സില്ലാ മനസ്സോടെ ആരവും കൂടെ പോയി.